ഞാൻ നേരത്തെ വന്നപ്പോൾ ഞാൻ റോണീനെ കണ്ടില്ല. എവിടെ റോണി മത്സരിക്കുന്നുണ്ട്, മനസ്സിലായല്ലോ അല്ലേ? മത്സരിക്കുന്നുണ്ട്, മിടുക്കനാണ്. എന്ത് എന്താ വെച്ചാൽ നമ്മളൊരു സംഗതി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്റെ മുമ്പ് വെച്ച് പറയരുത്. എനിക്ക് വോട്ട് വരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇവനെ വിളിച്ചു നിർത്തിയിട്ട് ഇത് പെട്ടെന്ന് 11 പേരുണ്ട് ഇങ്ങനെ മനസ്സിലാണ്. അവിടെ ക്യാമറ വെച്ചിട്ടുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കണം, സുരാജ് വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും സുരാജിന് ചെയ്യുന്ന അറിയാലോ ഞാൻ. പിന്നെന്താണ് അതുപോലെ തന്നെ ഇവിടെ 11 കോട്ടിയാവും. 12 ഇട്ട് അസാധുവാക്കാം. ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ വോട്ടെങ്കിലും ചെയ്യണം. റോണി ഓക്കെ അല്ലേ? എല്ലാം ഓക്കെയാണ്. എല്ലാം അങ്ങനെ നമ്മളിങ്ങനെ ഓരോരുത്തരടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറെ നാളിന് ശേഷം എല്ലാവരും കാണുന്നുണ്ടല്ലോ. അതൊക്കെ വന്നു കഴിഞ്ഞാല് നല്ലതാണ്. നമുക്ക് ചെയ്യും, ഞങ്ങൾ ചെയ്യുന്ന കാര്യം ഉറപ്പാണ്. ഒരു മാറ്റം വേണം. മാറ്റോട് നമ്മൾ എല്ലാവരും വരണമെന്ന് തന്നെ നമുക്ക് നോക്കാം. കൗണ്ടിങ് കഴിഞ്ഞിട്ട് നമ്മളോട് നിൽക്കും. ഓക്കെ, അപ്പം ഇങ്ങനെ ആളുകൾ വന്ന് പോയി നിൽക്കുന്നു. ഗംഭീരമായിട്ട് കാര്യങ്ങൾ പോകുന്നു. സുരാജ്, ഏറ്റവും വലിയ സന്തോഷം വൻഭൂരിപക്ഷത്തോടു കൂടി ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതാണ്. അമ്മയുടെ എല്ലാ മെമ്പർമാരെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. എല്ലാവർക്കും നന്ദി. പൊളിച്ചോട്ടെ. ഇനി വൈകുന്നേരം എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആദ്യം ഇത് ടെലികാസ്റ്റ് ചെയ്തോ. അത് ഗംഭീരമായി പൊളിയായിട്ടുണ്ട്. അത് ഇനി ഇപ്പൊ സുരാജ് പറഞ്ഞ കാര്യങ്ങളല്ലേ? സുരാജ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ഗംഭീര ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുന്നു, എല്ലാവർക്കും വോട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി എന്നായി പഠിച്ചത്. എനിക്ക് അത്ര വിശ്വാസം. എന്റെ മെയിൻ ആള് എടുക്കണം, നിങ്ങൾ എടുക്കാം. ജെയിൻ സ്കൂൾ ഓഫ് ഫിലിം ആൻഡ് മീഡിയ സ്റ്റഡീസ് പ്രസൻസ് അമ്മയോടൊപ്പം മൂവി വേൾഡ് മീഡിയ, പവേർഡ് ബൈ മൈജി ഫ്യൂച്ചർ, ഇന്ത്യാസ് #1 ലാംഗ്വേജ് അക്കാഡമി, നീതൂസ് അക്കാഡമി. ആ കോംബോ അങ്ങോട്ട് നമ്മള് കണ്ട. ഈ വോട്ട് സുരാജ് എന്ത് പറഞ്ഞാലും അല്ല എന്ത് പറഞ്ഞാലും ഈ വോട്ട് ഇവിടെ അല്ലാതെ പോകില്ല. ഇവിടെ പോകുള്ളൂ. സുരാജ് അവിടെ പോയിട്ട് നോക്കിയിട്ട് സാധാരണ വോട്ട് പോലല്ലേ ഇത്, ഡബിൾ പവറുള്ള വോട്ടാ, എക്സ്ട്രാ പവറുള്ള വോട്ടാണ്. പക്ഷേ ഇനി സുരാജ് തന്നെ വോട്ട് വെച്ചാൽ വളരെ വ്യത്യസ്തമായ രീതിയിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അറിഞ്ഞോ അറിയാതെ എനിക്ക് വോട്ട് ചെയ്താൽ നിന്നെ കൊന്നുകളയുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി വോട്ട് കൊടുക്കും. ഒന്നും പറഞ്ഞില്ല. ഒരാളോട് വോട്ട് ചോദിച്ചു. ഉഗ്രൻ വോയിസിൽ വോട്ട് വയ്ക്കാൻ പോണ്. ബിജു കുട്ടവാ ഉണ്ടാവും. എനിക്ക് സുരാജിന് വേണ്ടി വോട്ട് വയ്ക്കും. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, എൻ്റെ കൂട്ടുകാരനും സഹപ്രവർത്തനമായ ടിനി ടോമിനും സുരാജിനും വേണ്ടി നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം ഇവർക്ക് രണ്ടുപേർക്കും രേഖപ്പെടുത്തി ഇവരെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ കൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറവൂരിൽ അനൗൺസർ ആയിരുന്നു. ഇതൊക്കെ എവിടെയാണ് നിങ്ങൾ വോട്ട് ചോദിക്കാതെ ഇവിടെ മാറി നടക്കണോ? എല്ലാവരും വോട്ട് ചോദിച്ചിട്ടുണ്ട്. എല്ലാവരും വോട്ട് ചെയ്യുകയും ചെയ്യും. ഒരു മികച്ച ഭരണസമിതി തന്നെയായിരിക്കും ഇത്തവണ വരാൻ പോകുന്നത്. പൊളിക്കും. ആരോടൊക്കെ വോട്ട് ചോദിച്ചു? ഇവരൊക്കെ പറഞ്ഞു വോട്ട് ചോദിച്ചില്ല. ഇല്ല, ഞാൻ കുറച്ച് പേരോട് ചോദിച്ചുള്ളൂ. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാമല്ലോ. അവർ ഓൾറെഡി തീരുമാനം എടുത്തിട്ടുണ്ടാവും. ചോദിച്ചില്ല എന്ന് പറഞ്ഞ് ചെയ്യാതിരിക്കാനുള്ള സാധ്യതകളില്ല. കുറച്ച് പേരല്ലേ ഉള്ളൂ, എല്ലാവർക്കും അറിയാം ആരൊക്കെ നിൽക്കുന്നുണ്ട്. ഓൾറെഡി എല്ലാവരും തീരുമാനം എടുത്തിട്ടുണ്ടാവും. വരട്ടെ. അതെ, ഇതിപ്പോ ഇനി എല്ലാരും ഒരു ഫാമിലിക്കകത്ത് ആര് ജയിച്ചാലും തോറ്റാലും ഒന്നുമില്ല. അയ്യോ, അത്രയല്ലേ ഉള്ളൂ. നമ്മൾ ഒരു മണി വോട്ട് ചോദിക്കുന്നു, പിന്നെ നമ്മൾ കെട്ടിപ്പിടിക്കുന്നു. ഇവിടെ എല്ലാവരും പിന്നെ അല്ല, ഇപ്പോഴും ഒക്കെ കെട്ടിപ്പിടിച്ച് തന്നെ നിൽക്കുന്നു. ഇപ്പോഴും ഈ കെട്ടിപ്പിടുത്തതിനിടെ ഞാൻ വോട്ട് ചോദിച്ചിട്ടില്ല. ഞങ്ങൾ കെട്ടിപ്പിടിക്കുന്നേ അതിൽ തന്നെ കാര്യങ്ങളുണ്ടെന്ന്. അതെ. അപ്പൊ എന്തായാലും പിഷാരുടെ എല്ലാ വിജയാശംസകളും നേരുന്നു. പൊളിക്കും. ശരിക്കും എല്ലാരെയും കാണുന്നത് അലി എനിക്ക് വേണ്ടി സംസാരിച്ച കാര്യങ്ങളാണ്. നമ്മൾ ഓൾറെഡി വിജയിച്ച്, ഞങ്ങൾ ഓൾറെഡി വിജയിച്ചേക്ക. പിന്നെ എന്തിനാണ് ഒട്ടേ ബിചേട്ടനൊക്കെ വന്നിരിക്കുന്നു. ഇലക്ഷൻ്റെ ഇതിലേക്ക് ബിചേട്ടൻ വന്നു. ബിചേട്ടൻ്റെ തലവൻ സൂപ്പർ ഹിറ്റായിരിക്കുന്നു. തലവന് ശേഷം ബിചേട്ടൻ ഇന്നാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ആ ഒരു ആശംസകൾ ബിചേട്ടൻ കൊടുക്കുന്നു.
വിച്ചേട്ടാ ആദ്യം ആശംസകൾ. തലവൻ സൂപ്പർ ഹിറ്റ്. Thank you. അത് തന്നെ ഞങ്ങൾ രണ്ടു പറയാം. സൂപ്പർ ഹിറ്റ്. താങ്ക് യു. ഒന്നും പറയാനോ അന്ന് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് നിനക്ക് സുഖാണോ? നിനക്ക് സുഖാണോ? അത് മതി. എനിക്ക് സുഖമാണല്ലോ. ഓ ഓക്കെ, തീർച്ചയായും. സൂപ്പർ ഹിറ്റ് കേട്ടോ. Thank you. Thank you. കണ്ട് പറഞ്ഞു കൊടുത്തിട്ട് താങ്ക് യു. ഇതാണ് ആ ഓരോ സിനിമ കണ്ടിട്ട് ആളുകളെ കണ്ട് നേരിട്ട് പറയുമ്പോൾ ഒരു നമുക്കൊരു ആത്മാർത്ഥത ഉണ്ടല്ലോ. നമുക്ക് ഇപ്പം നമ്മൾ ഞാൻ നേരത്തെ താഴെ വീട്ട് കണ്ടു. അമ്മയിലേക്ക് നമ്മൾ തറവാട്ട് വീട്ടിലേക്ക് വന്നൊരു ഫീൽ അല്ല നമുക്ക്, അല്ലേ? തീർച്ചയായും. പിന്നെ പറയൂ എൻ്റെ ഒരു അത് തന്നെ തറവാട് വീട്ടിലേക്ക് വന്നൊരു ഫീല്. ഞാൻ ഇവിടെ വരെ എത്തിയിട്ടുള്ളൂ. എല്ലാവരും കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ചിട്ട് ഇനി അകത്തോട്ട് പോകാൻ പോകണം. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം അമ്മയിൽ വരുമ്പോഴെങ്കിലും കാണുക, നമ്മുടെ സിനിമ, ലാലേട്ടൻ്റെ സിനിമ എന്തായി? ഇടയ്ക്ക് ഒരു വാർത്ത ഒന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അതൊക്കെ എന്തായാലും ഉണ്ടാവും. അതിനെപ്പറ്റി നമുക്ക് ആധികാരികമായിട്ട് പറയാം. വേറൊരു അവസരത്തിൽ ഞാൻ പറഞ്ഞോളാം. ഓക്കെ അല്ലേ? ഓക്കെ, അത് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അല്ല, അത് കുഴപ്പമില്ല. ചോദിക്കാം. തീർച്ചയായിട്ടും അത് വേറൊരു അവസരത്തിൽ പറയാം. കുറച്ച് അധികം പറയണം. അതുകൊണ്ടാണ് പറയുമ്പോൾ ഒത്തിരി പറയാനുണ്ട്. അല്ല, അങ്ങനെയല്ല. അല്ല, നമ്മളത് എന്തുകൊണ്ടാണെന്നുള്ളതിനെ കുറിച്ച് അപ്പൊ അതൊന്ന് തീരുമാനമായിട്ട് നമുക്ക് പറയാം. ഇപ്പൊ ഏതാ പടം ചെയ്തോണ്ടിരിക്കുന്നത്? ഇപ്പൊ ഞാൻ പ്രാവൻകൂർ ഷാപ്പ് എന്ന് പറഞ്ഞ ഫിലിം അത് കഴിഞ്ഞു. ഇനിയിപ്പോ ഡബിങ്ങും പരിപാടികളൊക്കെയാണ്. എല്ലാവിധ ആശംസകളും കേട്ടോ. താങ്ക് യു. നമ്മുടെ ആ പടത്തിനെ കുറിച്ച് നമ്മൾ 2 മിനിറ്റ് സംസാരിക്കും. പിന്നീട് സംസാരിക്കുന്നതാണ്. തീർച്ചയായിട്ടും. നമ്മൾ രണ്ടുപേരും ഇരിക്കണം. തീർച്ചയായിട്ടും ഇരിക്കും. അപ്പൊ എന്തായാലും നമ്മൾ ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. മൈജി ഫ്യൂച്ചർ. IELTS ഇനി റിസൾട്ട് ഉള്ളിടത്ത് പഠിക്കാം. Neetu's Academy, the best language academy in Kerala.